ഹലോ ഗായ്സ്, കോസ്മിക് കപ്പിളിൻ്റെ മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ മനങ്കന്നടി മല. ഈ മനങ്കന്നടി മല എന്ന് വെച്ചാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം വാണിയംകുളത്താണ് ഇതിൻ്റെ മെയിൻ ടൗൺ വരുന്നത്. വാണിയംകുളത്ത് നിന്ന് ലെഫ്റ്റ് റൂട്ടാണ് നമ്മൾ ഡയറക്റ്റ് മനങ്കന്നടി മലയ്ക്ക് പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോണത്. നമ്മുടെ കൂടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. വിശിഷ്ട വ്യക്തികൾ വെച്ചാൽ നമ്മുടെ ഫാമിലീസാണ്, വൈഫിൻ്റെ ഫാമിലീസാണ്. മാമനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മാമൻ്റെ മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒറ്റ പോക്ക് പോവാണ്. ഈ സ്ഥലം പാലക്കാട് ഡിസ്ട്രിക്റ്റിലായിട്ട് ഇന്നേ വരെ ഞാൻ ഇതുവരെ ഈ സ്ഥലത്ത് പോയിട്ടില്ല. വൈഫും പോയിട്ടില്ല, ആരും പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്ത് പോണത്. മാമൻ മുന്നേ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്ത് പോണത്. അപ്പോൾ നമ്മൾ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മനങ്കന്നടി മല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് രസകരമായ വിഷ്വൽസാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് ഓക്കെ. അപ്പോൾ ഫൈനലി ഗായ്സ്, നമ്മളിതാ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മനങ്കന്നടി മല. പെട്ടെന്ന് പറഞ്ഞുമ്പോൾ തെറ്റിപ്പോവും, അത് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മനങ്കന്നടി മലയിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും കൂട്ടി ഒരു സെൽഫി എടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂട്ടി എടുക്കണം. വാവേ ഹായ്. നമ്മളിപ്പോ എവിടെയല്ലേ? മനങ്കന്നടി മല. എവിടെ? അനങ്ങന്നടി മല. അനങ്ങന്നടി മല. ഇത് ഏത് ഡിസ്ട്രിക്റ്റാ? പാലക്കാട്. ഓക്കെ. വാണിയംകുളം. ഇവിടുത്തെ പ്രത്യേകത എന്താ? മലുണ്ട്. അതല്ല നമ്മുടെ സീതേനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഹനുമാൻ മല പൊക്കി പോകുമ്പോണ്ടല്ലോ, ആ മലയുടെ പീസ് വീണു ഇവിടെ. ആ പീസാണ് വലുതായി വന്നിട്ട് ഇത്രയും വലുതായിട്ട് വന്നേക്കണം. അങ്ങനെയാണ് ചരിത്രം. കുറച്ച് കൊത്തുപരിപാടികളൊക്കെ ഇവിടുത്തെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഗൈസ് മനങ്കന്നടി മല എന്ന് പേര് വന്നത്. അനങ്ങന്നടി മല. അനങ്ങന്നടി മല. അനങ്ങന്മല. ആമിക്കുട്ടി, അങ്ങനെ നമ്മൾ അനങ്ങന്മലയിൽ ആമി വെൽ ഡ്രസ്സിലാണ്. ആമി വെൽ ഡ്രസ്സിലാണ് ആമി എത്തിയിരിക്കുന്നത് ഗൈസ്. ഇവിടെ നോക്കിയേ. ആമി ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ. കുട്ടി പ്രകൃതി ആസ്വദിക്കുകയാണ്. കുട്ടി പ്രകൃതി എന്താ അവിടെ കാണാൻ? ഇതിന്റെ മേലേക്ക് കേറാണ്ട് ഗൈസ്. എന്റെ അമ്മേന്റെ ഫോട്ടോ എടുത്തതോ? നമ്മള് മേലോട്ട് പോവല്ലേ വാവേ? പോവല്ലേ ഗൈസ്? ടിക്കറ്റ് എടുക്കാൻ മറന്നു പോരുത് ഗൈസ്. എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടേ മേലോട്ട് പോവാം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അല്ലെ ചമ്മി പോവും ഗൈസ്. വെള്ളത്തിൽ ഗായ്സ് അവർ
ഐസ്ക്രീം മേടിച്ച് അമ്മ എന്താ കയ്യില് ഞങ്ങളെ പറ്റിച്ചു. ഐസ്ക്രീം ഐസ്ക്രീം ഗൈസ് നമ്മുടെ അപ്പുൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളെ അപ്പുൻ്റെ ഇങ്ങോട്ട് വാ. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവളുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അഥവാ സേവ് ദ ഡേറ്റ് ഇവിടുന്ന് വേണമെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? നല്ല സ്ഥലല്ലേ. ഗൈസ് നമ്മളിപ്പോ അനങ്ങനടി മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആമീനെ അമ്മ എടുത്തിട്ടുണ്ട്. അയ്യോ 2 സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് തളർന്നു ഗൈസ്. കണ്ടോ അതിന് മേലൊക്കെ ഫുൾ ആളിരിക്കുന്നത് കണ്ടോ. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരിക. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് അല്ലേ? ആകാശഗംഗ സിനിമയില് പറ. ആകാശഗംഗ സിനിമയില് കുരിശും കൊണ്ട് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുകൊണ്ട് മാറില്ലേ ലാസ്റ്റ് എൻഡിങ് സമയത്ത്, അത് ഈ ഭാഗാണെന്ന് പറയുന്നു. അത് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കണം. അതെ. അപ്പൊ ഗൈസ് നമ്മൾ യാത്ര തുടരുകയാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഉണ്ടായിട്ടും ഇത്രയും അടിപൊളി സ്ഥലത്ത് ഇത് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഗൈസ് നമ്മളിപ്പോൾ ഒന്ന് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് ഹനുമാൻ ചായ അടിക്കാൻ വരുന്നതാണ്. ഹനുമാന് വിഷമം ഇപ്പൊ പറിച്ചിട്ട് തുണ്ട് അവിടെ ഇട്ടിട്ട് പോയതാണ്. ഗൈസ് കേറി കേറി ഇനിയും പോകണ്ടല്ലോ. അങ്ങനെ ഗൈസ് കയറി 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 നമ്മളിതാ അവസാനം മേലെ എത്തിയിട്ടുണ്ട്. അയ്യോ ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് ആളുണ്ട് ഗൈസ്. ഒരുപാട് ആളുണ്ട്. ഫാമിലീസ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പിൾസ് ഉണ്ട്. ചുമ്മാ വന്നിരിക്കാനൊക്കെ അടിപൊളി പ്ലേസാണ്. അങ്ങോട്ടും കയറാട്ട്, പക്ഷെ നമുക്ക് പോയാൽ ശരിയാവില്ല. എങ്ങോട്ട്? നേരിക്കുണ്ടോ? ആണോ?
ഗായ്സ് ഇതിൻ്റെ മേലെയാണ് നമ്മുടെ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ പോകണം. പക്ഷേ ഇവിടെ എന്താ പറയുക, മേലോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ജസ്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആൾ അത് കടന്ന് മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വന്നിട്ട് പോയിട്ടില്ലേ മോശമല്ലേ? അപ്പോൾ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നൈസായിട്ട് ചാടിയിട്ട് മേലോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ പോകാൻ നിൽക്കണ്ട, കുറച്ച് റിസ്ക്കാണ്. മഴയത്തൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ നല്ല സ്ലിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പോവാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേലോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ചില്ലറ പണിയല്ല, കുറച്ച് ജസ്റ്റ് ഒരു കയ്യിൽ ഫോണും പിടിച്ച് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് സ്ലിപ്പാണ്ട് കയറിപ്പോണം. അപ്പോൾ ഗൈസ് നമ്മളിതാ നേരെ മേലേക്ക് കയറി അടിപൊളി വ്യൂ കിട്ടുന്നു നമ്മളോട് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മേലോട്ട് കയറുകയാണ്. അവരൊക്കെ താഴെ നിൽക്കുകയാണ് കേട്ടോ. അവർക്കാർക്കും കയറാൻ പറ്റില്ല, കുറച്ച് റിസ്ക്കാണ്, സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. കാരണം മഴ പെയ്ത ആകെ പണിയാവും. ഞാൻ ജസ്റ്റ് കയറിയെന്നു. അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മളിതാ മേലെ എത്തിയിട്ടുണ്ട്. മേലെ അധികം ആളുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു 10-15 ആളുണ്ട്. അവരിതുപോലെ തന്നെ ജസ്റ്റ് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് വന്നാണ്. ഇതാണ് മേലെ എന്നുള്ള വ്യൂ കണ്ടോ. ഇനിയും കുറച്ചും കൂടെ മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും നൈസായിട്ടുള്ളൊരു വ്യൂ കിട്ടും. ജസ്റ്റ് നമ്മൾ ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ടോപ്പിലേക്ക് പോണത്. അപ്പോൾ നമ്മളിതാ ടോപ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല, അവിടെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണത് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളിതാ മേലെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതാണ് നമ്മുടെ മേലെ നിന്നുള്ള വ്യൂ ഗൈസ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല പ്ലേസ്. ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇത്രയും ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് പ്ലേസ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. മഴയും കൂടി പെയ്ത് പൊളിച്ചാൽ അന്യായ വൈബ് സ്ഥലം, സെറ്റ് സ്ഥലം. ജസ്റ്റ് 40 റുപ്പീസാണ് ഒരാളെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുന്നേ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഒരുപാട് നേരം എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. ഒരുപാട് നേരം നമ്മൾ ഇവിടെ ജസ്റ്റ് മഴ പെയ്താൽ പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അടിപൊളി കുറച്ച് നേരം കൂടി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴോട്ടിറങ്ങും. മാമനും കയറുന്നുണ്ട് ഗൈസ്. മാമനും കഷ്ടപ്പെട്ട് കയറി മേലെ അപ്പോൾ നമ്മളെ മേലെ നിന്നുള്ളൊരു വ്യൂസാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലാവും. എല്ലാവരും നല്ല ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ മലങ്കണ്ണടി മലേൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ്. ഷൂട്ടിങ് എവിടെ നിന്ന് നിഘണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതില്ലേ ഇങ്ങോട്ട് കയറിനോ? ഇല്ല, കഴിഞ്ഞ ദിവസം വന്നിട്ട് എടുത്തു അപ്പൊ അങ്ങനെ കാണിക്കണേ. ഇതിനായിനു നോക്കിയേ ആമി നോക്കിയേ എന്തെന്നാ അമ്മയ്ക്ക് വേണ്ടേ? നമ്മളെവിടെയാ വന്നത്? മേലെ കയറിക്കോ, എനിക്ക് പേടിയുള്ളതല്ലേ. ചാടിക്കോ. ആമി ചെറിയ കുട്ടികളെ കട്ടി അപ്പുറമായിട്ട് പിടി കാണുന്നത്.
പോവാ അപ്പുറം പോണ്ടേ? വാവേ വാവേ ഇഞ്ഞോ ഇഞ്ഞോ നിക്ക് നമുക്കത്ര വയസ്സുണ്ട്. അതെ എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പർ സ്ഥലം, ഫസ്റ്റ് ട്രെയിൻ എല്ലാവരും വരണം. അടിപൊളി സ്ഥലമാണ്, കൊറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ. എന്നിട്ട് എന്റെ നാട്ടിലായിട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? എന്റെ നാട്ടിലൊന്നല്ല, ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് കിടന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈമാണ് ഈ ഇത് കേൾക്കണേ. ഫസ്റ്റ് ഞാൻ കല്യാണ വ്ളോഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ മലനെ പറ്റിയിട്ട് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ആദ്യമായിട്ടാണ് വരണത്. രാവിലെ രാവിലെ പോ. അങ്ങനെ പറഞ്ഞ പിന്നെ വേണ്ടാലോ അല്ലേ? ഓപ്പോസിറ്റ് പ്ലേസിലേക്ക് പോവാം. എങ്ങോട്ടാ? നേരെ ഓപ്പോസിറ്റ്. തുരുമ്പോ നമ്മുടെ ദുദ്ധ പോണ പോലെ വാവേ വാവേ ഇപ്പൊ നമ്മള് നേരെ ഓപ്പോസിറ്റ് അല്ലേ വന്നേ? ഇപ്പൊ നമ്മൾ അവിടെ നിന്നാണ് കായ്സ് വരുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് കയറി വന്നാണ്. അത് ഷോട്ട് 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 കവേ അവ ഷോട്ട് എവിടെ എവിടെ കളിക്ക്? ആ അത്രയും ബൈക്കിലുണ്ട്. തെന്നരുത് തെന്നരുത്. എങ്ങോട്ടാ? മേലോട്ടാണോ താഴോട്ടാണോ? താഴല്ലേ? ആ ഗൈസ്, നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് വെള്ളത്തിൻ്റെ ചെറിയ ഒഴുക്കുള്ളത്. അപ്പോൾ അവിടെ വേറെ ചില വൈബാണ്, വേറെ തന്നെ വൈബാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഗൈസ് അടുത്ത പോക്ക്. വാവേ വീഴണ്ടേ? ഇതാ ഇവിടെയാണ് ഗൈസ്. എന്നാലും അതൊന്നല്ല മനസ്സിലായത്, ഇത്രയും നല്ല അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മളിത് അറിഞ്ഞില്ല? അതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. നമുക്ക് എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല, അത്ര തന്നെ. നല്ല ഉത്തരം. എങ്ങോട്ട്? അതാ പോണ ഒരു മനുഷ്യൻ. അതാരാ?
അതാ വെള്ളത്തേക്ക് ഇറങ്ങണു. ഇപ്പൊ വീണേനെ. ഞാൻ കണ്ടു ചെക്കോ സുരിയുടെ വെള്ളത്തില് അങ്ങോട്ട് പോട്ടെ. എന്താ കാട്ടുന്നത് മിസ്റ്റർ അഖില? കാലിടാൻ പറ്റില്ല. എന്താ കാലങ്ങോട്ട് ഇട്ട്? അയ്യോ എന്റെ പാസരം ഞാൻ പേടിച്ചു. എന്നാ പിടിക്കൂ. വഴുക്കലുണ്ട് കുട്ടിയോ? നെല്ല് നോക്ക്. ഗൈസ് അങ്ങനെ ഞങ്ങൾ എവിടെ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് അനങ്ങന്നടി മല വന്ന് ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്. ഇതാ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ഫുൾ ടീമുണ്ട്. ഇത്രയും കാലമായിട്ട് ഇത്രയും അടിപൊളി ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞിട്ടില്ല അല്ലേ. ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിട്ട് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലേ വാവേ? അടിപൊളി സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം, വൈബാണ്. എന്താ പറയാ, പറ്റുകയാണെങ്കിൽ എല്ലാവരും വന്ന് നോക്ക്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം അല്ലേ? ഒറ്റപ്പാലല്ല, വാണിയംകുളം. അതായത് കൊളപ്പുള്ളിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അല്ലേ. കൊളപ്പുള്ളിയിൽ നിന്ന് 20 കിലോമീറ്റർ വന്നാൽ അടിപൊളി ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 40 രൂപ ടിക്കറ്റാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് എങ്ങനെയാണ് ഈ ഒരു അനങ്ങന്നടി മല ഉണ്ടായത്? അതിനൊരു കഥയുണ്ട്. അത് നമ്മുടെ ഹനുമാൻ മല ചുമന്ന് പൂല രാമായണ രാമായണത്തില് അപ്പൊ മല ചുമന്ന് പോകുമ്പോ അതിനൊരു ചെറിയൊരു കഷ്ണം ഈ ഇവിടെ വീണു. ആ മലയാണ് ഇത്രയും വലുതായി ഈ എന്താടി പേര്? മനങ്ങന്നടി നല്ലടി. മനങ്ങന്നടി മല. മനങ്ങന്നടി മല ഈ കാണുന്നൊക്കെ അതിന്റെ ഭാഗമാണെന്ന് ഗൈസ് പറയുന്നത്. ഇതൊരു ചെറിയ ഭാഗം. പിന്നെ വേറൊരു ഭാഗമുള്ളത് ഇരുന്നലങ്കോട് ക്ഷേത്രമാണ്. അതെവിടെയാ? അവിടെ സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടോ. ഇതേപോലെ സേഫ്റ്റി ഒന്നുമില്ല, പിടിച്ചു കയറാനുള്ള സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഒരു അമ്പലമാണ്. അമ്പലം തിന്ന് മേലെ ഇങ്ങനെ പാറ അങ്ങനെ വലുതായി വരികയാണ്. അത് ഞങ്ങൾ വേറൊരു ദിവസം അവിടേക്ക് പോകുമ്പോ ഞങ്ങൾ വേറൊരു ദിവസം വീഡിയോ എടുത്ത് അതെ. അടിപൊളി സ്ഥലമാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഞങ്ങൾ ഫോണുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. കൂടുതൽ വീഡിയോ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴേക്കും ലെറ്റ് സൈൻ അപ്പ്. ക്യാമറമാൻ അമലിനൊപ്പം സ്വന്തം ഭാര്യ അഖില. നക്ഷത്ര.
തിരിഞ്ഞ് മേടിച്ചോ മേടിച്ചോ. എന്തിനാ പറ